ഇത് നമുക്ക് ഫ്രോക്കിലും ടോപ്പിലൊക്കെ ചെയ്യണം. ഇതേപോലത്തെ സ്ലീവ് എങ്ങനെ ചെയ്യാൻ നോക്കിയാലോ. അതിന് വേണ്ടി എടുത്തിട്ടുള്ളത് ഞാൻ ഇതേപോലത്തെ ഒരു കട്ടിയുള്ള ക്ലോത്താണ്. ഇതിനൊരു പേര് എന്തായാലും കറക്റ്റ് അറിയില്ല, ഡെൽറ്റ എങ്ങാനും ആണ്. അതിനെ നമ്മൾ ഇതേപോലെ രണ്ടായുള്ള ഒരു പീസാക്കിയിട്ടുണ്ട്. അതൊരു വലിയ പീസാണ്. ഞാൻ ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇത് രണ്ടും. ഇതിൻ്റെ മെഷർമെൻറ്റ് പറയാനുള്ളത്, ഇതിൻ്റെ നീളം വരുന്നത് 20 ഇഞ്ചും വീതി 3.5 ഇഞ്ചുമാണ് വരുന്നത്. 20 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫോൾഡ് ചെയ്തതാണല്ലോ, അപ്പോൾ മൊത്തം 40 ഇഞ്ച് ഉണ്ടാവും. ഒരു സ്ലീവിന് വരുന്നത് 40 ഇഞ്ചും 3.5 ഇഞ്ച് വീതിയാണ് വരുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നീളം വീതിയൊക്കെ ഇത്ര പ്ലേറ്റ് വേണ്ട എന്നുള്ളവരൊക്കെ ആണെങ്കിൽ നീളം വീതിയൊക്കെ കുറക്കാം. ഇനി നമുക്ക് ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഇതിന് തല്ലത്ത് ഇതേപോലെ ഒന്ന് ചെരിച്ചിട്ട് കട്ട് ചെയ്യാം. ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ചെരിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി അങ്ങനെ കട്ട് ചെയ്ത ഭാഗത്ത് നിങ്ങൾക്ക് ഓവർലോക്ക് ചെയ്യുമെങ്കിൽ ഓവർലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ റോൾ ഹെമ്മിങ് ചെയ്യുക, അല്ലെങ്കിൽ മടക്കി തയ്ക്കുക. ഞാനിതിൽ ഇതേപോലെ റോൾ ഹെമ്മിങ് ആണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ചിരിച്ച് കട്ട് ചെയ്ത ഭാഗത്താണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗത്തൊന്ന് ലോങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെയാണ് നമ്മൾ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോണത്. എന്നിട്ട് അതിന് ഒരു നൂലെടുത്തിട്ട്, ലോങ് സ്റ്റിച്ചാണല്ലോ ചെയ്ത് കൊടുത്തിട്ടുള്ളത്, അതിനൊരു നൂലെടുത്തിട്ട് ഇങ്ങനെ വലിക്കുമ്പോൾ ചെറിയ ചെറിയ പ്ലേറ്റ് വരും. അത് നമുക്ക് എല്ലാവർക്കും അറിയണതല്ലേ. അപ്പോൾ അതങ്ങനെ ചെറിയ ചെറിയ പ്ലേറ്റ് വന്നിട്ട് മൊത്തം അങ്ങനെ ആക്കുക. രണ്ടും മറ്റേ സ്ലീവും സെയിം ഈ ഒരു ഇതിൽ തന്നെ അങ്ങനെ ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ചെറിയ ചെറിയ പ്ലേറ്റ് കിട്ടും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ഞാൻ രണ്ടും ഈ ഒരു സെയിം ഇതിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ മുന്നേ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള യോക്ക് പോർഷൻ എടുത്തിട്ട് ഇതിൽ സ്ലീവ് ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അപ്പുറത്തെ സ്ലീവിലേക്ക് പ്ലീറ്റ്സ് ഒന്നും എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ വലിച്ച് മൊത്തം സ്ലീവ് വെച്ചിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ ആ കാണിച്ച സൈഡിൽ കൂടെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. പിന്നെ ഇത് ഇങ്ങനെ പ്ലീറ്റ് എടുത്തതുകൊണ്ട് നമുക്ക് കുറച്ച് ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നോക്കാം. ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ പ്ലീറ്റ് മടങ്ങിയിരിക്കുന്നുണ്ടാവും, പ്ലീറ്റ് പുറത്തായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നോക്കാം. കുറച്ച് ടൈം എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ 2 സ്ലീവും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യണതിൻ്റെ ഫുൾ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ നമ്മൾ 2 സ്ലീവും ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു സ്റ്റിച്ച് ഇങ്ങനെ ഉള്ളിലോട്ട് വെച്ചിട്ട് ഇതിൻ്റെ ഈ സൈഡിലൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യാം. ഈ ഒരു സൈഡിലൂടെ നമ്മൾ പതിച്ച് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളത് ഇടുമ്പോൾ അതിൻ്റെ ആ സ്റ്റിച്ച് ഇങ്ങനെ പുറത്തേക്ക് വരാതിരിക്കുള്ളൂ, അല്ലെങ്കിൽ അത് സ്റ്റിച്ചൊക്കെ പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതിനാണ് നമ്മളിത് പതിച്ച് സ്റ്റിച്ച് ചെയ്യാൻ പറയണത്. ഒരു സ്റ്റിച്ചോ 2 സ്റ്റിച്ചോ കൊടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ അതിൻ്റെ സ്ലീവ് വരുന്നത്.